അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നോൺ മെഹ്റംസും മെഹ്റംസും ആരൊക്കെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൂടാ എന്ന്. നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമോ ചെയ്തൂടെ എന്ന് നോക്കാം. ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞതൊക്കെ വെച്ച് നമ്മളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുമില്ല, പാർട്ടിയായിട്ട് നടത്താറുമില്ല. പിന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അന്ന് വാങ്ങിത്തരും. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതൊക്കെ തെറ്റല്ല എന്ന് തോന്നിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് ഖുർആനിലോ ഹദീസിലോ ഡയറക്റ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് അറിവില്ലാത്തത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഹിസ്റ്ററിയും ഖുർആനും ഹദീസും ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹറാമാണോ എന്ന്. സ്വഹീഹ് മുസ്ലിമിലെ 867 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും മോശമായ കാര്യം ഇസ്ലാമിൽ പുതിയതായിട്ട് ഒന്ന് കൊണ്ടുവരുന്നതാണ് ഓരോ ബിദ്അത്തും വഴിതെറ്റലാണെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ ബുദ്ധിയിൽ വിചാരിക്കും നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതും സന്തോഷം പങ്കിടുന്നതും സമ്മാനങ്ങൾ കൊടുക്കുന്നതുമൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റില്ല എന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്ത ഹദീസ് നോക്കാം. സുനാൻ അബൂ ദാവൂദിലെ 4031 ഹദീസാണ് ഇത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും മറ്റു മതസ്ഥരെ അനുകരിച്ചാൽ അവൻ ആ മതത്തിൽപ്പെട്ടവരായി കണക്കാക്കപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ ബുദ്ധി വെച്ച് ആലോചിക്കുമ്പോഴത്തേക്കും കേക്ക് ഒരു ആഹാര സാധനമാണ്, അത് മറ്റു മതക്കാരുടെ ഒന്നും ആചാരമല്ല, അവരുടെ ചിഹ്നവുമല്ല എന്ന് വിചാരിക്കും. അപ്പോൾ കേക്ക് മുറിക്കുന്നതിലും തെറ്റില്ല, അത് മറ്റു മതസ്ഥരെ അനുകരിക്കുന്നതല്ല എന്ന് വിചാരിക്കും. സാധാരണയായിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് കേക്ക് മുറിക്കുന്നതും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും. അത് മറ്റു മതക്കാരുടെയോ ഒന്നുമായിട്ട് നമ്മളിപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതും കേക്ക് മുറിക്കുന്നതൊന്നും തെറ്റല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണെന്ന്. ഇനി നമുക്ക് ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയത് 3000 BCEയിലെ ഈജിപ്തിലാണ്. അവിടുത്തെ രാജാക്കന്മാരെ ഫറോവമാർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഫറോവമാരെ ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. അന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് അവരുടെ ജനിച്ച ദിവസമല്ല, അവർ രാജാവായി തിരഞ്ഞെടുത്ത് അവർ കിരീടം വെച്ച ദിവസത്തെയാണ് അവർ ബർത്ത്ഡേ ആയിട്ട് അന്ന് ആഘോഷിച്ചിരുന്നത്. പിന്നെ 500 തൊട്ട് 400 BCE ഒക്കെ ആയപ്പോഴത്തേക്കും പണ്ടത്തെ ഗ്രീക്കുകാർ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻസ് തുടങ്ങി. അവർ ചന്ദ്രൻ്റെ ഷേപ്പിലുള്ള കേക്കുകളും അതിൽ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കാനും തുടങ്ങി. അവരുടെ ദൈവികമായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രതീകമായിട്ടാണ് അവർ കേക്കുകളിൽ ക്യാൻഡിൽസ് വെക്കാൻ തുടങ്ങിയത്. പിന്നീട് 3-ാം സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്കും റോമൻസ് അവരുടെ സാധാരണ ആൾക്കാരുടെ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് 4-ാം സെഞ്ച്വറി ആയപ്പോഴത്തേക്ക് റോമൻ കസ്റ്റംസിൽ ഇൻഫ്ലുവൻസായി ക്രിസ്ത്യാനികൾ അവരുടെ ജീസസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. 5 തൊട്ട് 15 സെഞ്ച്വറിയിലേക്ക് രാജകീയമായിട്ടുള്ള ജീവിക്കുന്ന ആളുകൾ അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 18-ാമത്തെ സെഞ്ച്വറി ആയപ്പോഴത്തേക്കും കുട്ടികളുടെ ബർത്ത്ഡേ കിൻഡർ ഫീസ്റ്റ് എന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസിൽ കേക്കും ക്യാൻഡിലുമൊക്കെ ഉൾപ്പെടാൻ തുടങ്ങി. 19-ാം സെഞ്ച്വറി ആയപ്പോഴത്തേക്കും യൂറോപ്പിലും അമേരിക്കയിലും സാധാരണ ഫാമിലീസിൽ വരെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് തുടങ്ങി. 20-21 സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ലോകത്തുള്ള എല്ലാവരും ഒരു കൾച്ചർ പോലെ അവർ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ചെയ്യാൻ തുടങ്ങി. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും കേക്ക് മുറിക്കുന്നതുമൊക്കെ പണ്ടുള്ള മതക്കാരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ റിലീജിയസ് ആക്ട് അല്ലെങ്കിലും ഇതൊക്കെ വന്നത് മറ്റുള്ള മതത്തിൽ നിന്നാണ്. അപ്പോൾ സുനാൻ അബൂ ദാവൂദിലെ 4031 ഹദീസ് വെച്ച് മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരെ പോലെയാവും നമ്മളുമെന്ന്. അത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും കേക്ക് മുറിക്കുന്നതുമൊക്കെ തെറ്റാണ്. നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യത്തിനും ആയുസ്സിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അൽഹംദുലില്ലാ പറയാം.
നമ്മുടെ ഓരോ ബർത്ത്ഡേ എന്ന് മാത്രമല്ല ഓരോ ദിവസങ്ങളിലും നമ്മുടെ ആയുസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഖബറിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് തന്ന ആയുസ്സിനും അനുഗ്രഹത്തിനും ആരോഗ്യത്തിനും നന്ദി പറയാതിരിക്കരുത്. നമുക്ക് തന്ന ഓരോ കാര്യത്തിനും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും അൽഹംദുലില്ലാ പറയണം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് നമ്മുടെ ആദ്യത്തെ കിബില ഏതായിരുന്നു എന്നാണ്. ആൻസർ മസ്ജിദുൽ അക്സയാണ്. കിബില എന്നതിൻ്റെ അർത്ഥം നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഡയറക്ഷൻ എന്നാണ്. ആദ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും സ്വഹാബികളും മക്കയിൽ വെച്ച് മസ്ജിദുൽ അക്സയെ ഫേസ് ചെയ്തായിരുന്നു നിസ്കരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ മദീനയിൽ എത്തിയിട്ടും 16-17 മാസമൊക്കെ മസ്ജിദുൽ അക്സയെ ഫേസ് ചെയ്തായിരുന്നു നിസ്കരിച്ചു കൊണ്ടിരുന്നത്. ഇത് സ്വഹീഹ് അൽ ബുഖാരിയിലെ 394 ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു കിബിലയായിട്ട് കഅബ ആയിരുന്നെങ്കിൽ എന്ന്. സൂറത്തുൽ ബഖറയുടെ 144 ആയത്തിലൂടെ അള്ളാഹു മസ്ജിദുൽ ഹറമിനെ കിബിലയാക്കി തീരുമാനിച്ചു. ഞാൻ ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഖുർആനിലെ ഏത് സൂറത്തിനെയാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത്? ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എനിക്ക് കമൻറ്റ് വന്നായിരുന്നു നോൺ മെഹ്റംസും മെഹ്റംസും ആരൊക്കെയാണെന്ന് പറയുമെന്ന്. ഇനി ഞാൻ അത് പറയാം. ഫസ്റ്റ് മെഹ്റംസ് ആരാണെന്ന് പറയാം. മെഹ്റംസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിവാഹബന്ധം പാടില്ലാത്ത ആളുകളാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് വഴിയും ബ്ലഡ് റിലേഷൻ വഴിയും വിവാഹബന്ധം വഴിയുമാണ് മെഹ്റംസ് ആവുന്നത്. ആരൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ബ്ലഡ് റിലേഷൻ വഴിയുള്ള മെഹ്റംസ് ആരൊക്കെയാണെന്ന് പറയാം. സ്ത്രീയുടെയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തത് വാപ്പ, പിന്നെ ഉമ്മയുടെയോ വാപ്പയുടെയോ വാപ്പ, പിന്നെ മകൻ, ചെറുമകൻ, സഹോദരൻ, നെഫ്യൂ അതായത് സഹോദരിയുടെയോ സഹോദരൻ്റെയോ മകൻ, പിന്നെ അങ്കിൾസ് അതായത് ഉമ്മയുടെയോ വാപ്പയുടെയോ സഹോദരൻ. ഈ വിവാഹബന്ധം കൊണ്ട് മെഹ്റംസ് ആയവർ ആരൊക്കെയെന്ന് പറയാം. ഒന്നാമത്തത് ഫാദറില്ല അതായത് ഭർത്താവിൻ്റെ വാപ്പ. രണ്ടാമത്തത് സണ്ണില്ല അതായത് മകളുടെ ഭർത്താവ്. മൂന്നാമത്തത് സ്റ്റെപ്പ് ഫാദർ അതായത് ഉമ്മയുടെ ഭർത്താവ്. ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ്. പിന്നെ സ്റ്റെപ്പ് സൺ അതായത് നമ്മുടെ ഭർത്താവിന് ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ട് മകനുണ്ടെങ്കിൽ അതും നമ്മുടെ മെഹ്റമാണ്. ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് വഴി നമ്മുടെ മെഹ്റംസ് ആയവർ ആരൊക്കെയെന്ന് പറയാം. ഒന്നാമത്തത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത സ്ത്രീയുടെ ഭർത്താവ്. രണ്ടാമത്തത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത സ്ത്രീക്ക് മക്കളുണ്ടെങ്കിൽ ആൺമക്കളുണ്ടെങ്കിൽ അവർ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, നമ്മളെ ബ്രസ്റ്റ് ഫീഡ് കുഞ്ഞിലെ ചെയ്തെന്നും പറഞ്ഞ് അവരുടെ ഭർത്താവയ്ക്ക് നമ്മുടെ മെഹ്റമാവുമോ എന്ന്. ഇതിനെപ്പറ്റി സ്വഹീഹ് അൽ ബുഖാരിയിലെ 2645 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. രക്തബന്ധത്തിൽ നിരോധിച്ചിരിക്കുന്നതെല്ലാം മുലയൂട്ടൽ ബന്ധത്തിലും നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഹദീസിൽ. മെഹ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകളാണ്. ബാക്കി എല്ലാവരും നമ്മുടെ നോൺ മെഹ്റംസ് ആണ്. നോൺ മെഹ്റംസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നത്. ഈ വിവാഹം കഴിക്കാനും കുറേ റൂൾസൊക്കെ ഉണ്ട് ഇസ്ലാമിൽ. പിന്നെ എൻ്റെ കമൻറ്റിൽ വന്ന ക്വസ്റ്റ്യനാണ് സ്റ്റഡി ടിപ്സ് പറയുമെന്ന്. സ്റ്റഡി ടിപ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ എത്ര ടോപ്പിക്കുണ്ട് പഠിക്കാൻ, അത് വെച്ച് എക്സാമിൻ്റെ ഡേറ്റൊക്കെ കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ പഴയ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ഓരോ മൊഡ്യൂളിനും ഓരോ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ പഠിക്കണം. ഓരോ സബ്ജക്റ്റിനും ഒരു കുഞ്ഞു നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ മൊഡ്യൂളും അതിൽ പഠിച്ചത് എഴുതി വെക്കണം. എഴുതി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് അതിലുള്ള ക്വസ്റ്റ്യൻസും അതിലുള്ള ടോപ്പിക്കും വെച്ച് നമ്മൾ ആ മൊഡ്യൂളിൽ നിന്ന് പഠിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.